Hi friends, I am going to simple chicken fry. It is special. You can share it. I am going to masala fry. Try subscribe, like, share. Chicken fry chicken 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 marination ചെയ്യാനായിട്ട് നമുക്ക് ഈ ചിക്കൻ ഒരു 5 മണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ ഇത് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പില, ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ശേഷം ലൈമ, ലേശം വിനീഗർ ഒഴിച്ചു കൊടുക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് ഏറ്റവും മുന്നിൽ നിൽക്കണം. അപ്പം നമ്മൾ ഈ ചിക്കനെ നമ്മൾ 4 മണിക്കൂർ ഫ്രിഡ്ജ് വെക്കുന്നുണ്ട്. അപ്പം 4-5 മണിക്കൂറോളം വെച്ച് ഒരു 8 മണിക്കൂർ വെച്ചാൽ ഏറ്റവും നല്ലത്. അപ്പോൾ നല്ലതായിട്ട് ഇതിലുള്ള ഉപ്പെല്ലാം പിടിച്ച് പിന്നീട് നമുക്ക് ഇത് ചിക്കൻ മാറിനേഷൻ ചെയ്തെടുക്കുകയും ചെയ്യാം. നമുക്ക് ജസ്റ്റ് നല്ലതായിട്ട് ഉപ്പ് വന്നിട്ടുണ്ടോ ഇല്ലെന്ന് നോക്കാം. ലേശം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഉപ്പ് നല്ലതായിട്ട് മുന്നിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാവരും ഇട്ട് കൊടുക്കാം. ഏകദേശം 2 ലിറ്റർ വെള്ളത്തിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഏകദേശം നമ്മളൊരു ഫ്രിഡ്ജിൽ ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ വെക്കുക. അതിനുശേഷം നമുക്ക് മാരിനേഷൻ ചെയ്ത് നല്ല ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഏകദേശം 8 മണിക്കൂർ ഫ്രിഡ്ജിൽ ഇരുന്നിട്ടുണ്ട്. അത് നമുക്കൊരു വെള്ളം പോകാൻ വേണ്ടി ഒരു പാത്രത്തിൽ സ്റ്റെയിനറിലോട്ട് മാറ്റാം. നമ്മുടെ ചിക്കൻ നോക്കിയാൽ അറിയാം നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ആ വെള്ളത്തേക്ക് ഇടുന്നതിൻ്റെ ഉപ്പും എല്ലാം ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം അതിൽ പിടിച്ചിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമുക്കത് നല്ലതായിട്ട് വെള്ളം പോകുന്നിടം വരെ ഒരു 10-15 മിനിറ്റ് അത് ആ സ്റ്റെയിനറിൽ ഇട്ട് വെക്കാം. നല്ലതായിട്ട് അതിൽ നിന്ന് വെള്ളം പോകണം. അതിന് ശേഷം നമുക്ക് മാരിനേഷൻ ചെയ്യാം. നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മാരിനേഷൻ ചെയ്തെടുക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി,
അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, നാരങ്ങാനീര്, കരിവേപ്പില, ചെറുള്ളി, തേങ്ങ. ചിക്കനിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാൻ ശേഷം നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് ഒരു മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിലോ വെളിയിലോ വെച്ച് 1 മണിക്കൂർ ടൈം കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ എണ്ണ നല്ലതായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പാം ഓയിലാണ് വറുക്കാൻ യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഏകദേശം ഇതൊരു പകുതി വേവായിട്ടുണ്ട്. ആ ടൈമിന് നമുക്കൊന്ന് കുറച്ച് നേരം നമുക്ക് സ്റ്റെയിനർ ഇട്ട് വെക്കാം. ചിക്കൻ റെഡിയായി വരുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കൂടി മതി കുക്കാകാൻ. നമുക്കിനി കുക്ക് ചെയ്യാം. നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡിയാണ്. നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ഗാർണിഷ് ചെയ്യാം.
മഞ്ഞൾപ്പൊടി, കോക്കനട്ടും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അതിൻ്റെ അകത്തുണ്ട്. ടേസ്റ്റി ആയിരിക്കും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചിക്കൻ നല്ല സോഫ്റ്റാണ്. ഇത് ബ്രസ്റ്റ് പീസാണ്. നിങ്ങൾക്കത് കണ്ടാൽ അറിയാം. അത് അത്ര നേരം വെള്ളത്തിൽ കിടന്നുകൊണ്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന. ഉപ്പെല്ലാം അകത്ത് എല്ലാ പീസിലും ഇത് ഉപ്പ് പിടിച്ചിട്ടുണ്ട്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.